എത്ര ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. ഇങ്ങനെ റെഡി ആയിട്ടുള്ള ഒരു ഫിറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണോ? നമ്മൾ പോകുന്നത് അജ്ജിൻ്റെ ഒരു യൂഷ്വൽ ഷുഗർ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയി, ഡോക്ടർ റൗണ്ട്സിന് പോയി. അങ്ങനെ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഡോക്ടർ വന്നു, ഷുഗറെല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഷുഗർ. അജ്ജി കുറേ മാസങ്ങളായിട്ട് ചോറിന് പകരം ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ ഷുഗർ ലെവലിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് കാസർഗോഡ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അജ്ജി മുമ്പ് ജോലി ചെയ്തത് ഈ മാർക്കറ്റിൻ്റെ എവിടെയോ അങ്ങോട്ടാണ്, ചൂരി അങ്ങോട്ടെവിടെയോ. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് അജ്ജി വീട്ടിൽ പോകലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈടെ മാർക്കറ്റിൽ ഏത് ഷോപ്പിൽ കയറിയാലും അജ്ജിക്ക് ഫുള്ള് ഫാൻസാണ്. ചേച്ചി എവിടെ ഉണ്ടായിരുന്നു, കുറേ ആയല്ലോ കാണാതെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അനിയത്തി ഇന്നലെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇനി നിൻ്റെ വീഡിയോയിൽ എന്നെ കാണിക്കണ്ട, കാണിച്ചാൽ ഞാൻ എൻ്റെ ചാനൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നതെന്ന്. ആ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്തിന് കളിയാക്കിയെന്ന്. ഞാൻ യൂഷ്വലി ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യം കാണിക്കുമ്പോൾ വീട്ടിലൊരു അംഗമായ എൻ്റെ അനിയത്തിനെ എന്തായാലും വീഡിയോയിൽ കാണും. അപ്പോൾ അതിന് കളിയാക്കാനും മാത്രം എന്തുള്ളതെന്ന് എനിക്കറിയില്ല. ഈ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം അതെന്തിന് കളിയാക്കിയെന്ന്, ഒന്നറിയാൻ വേണ്ടിയിട്ട്. ഓണമെല്ലാം ആയതുകൊണ്ട് ടൗണിൽ മൊത്തം പൂക്കളാണ്. നമ്മളും കുറച്ച് പൂക്കൾ മേടിച്ചു. പക്ഷെ ഭയങ്കര പൈസയായിട്ടാ പൂവിനെല്ലാം. പിന്നെ കാസർഗോഡ് വന്നിട്ട് ഇവിടെ പോകാതെ എങ്ങനെ വീട്ടിൽ പോകുന്നത്. അവിടെയും പോയി വീട്ടിലെത്തി.